അപ്പോൾ ധാർവാട് പേട വാങ്ങിക്കാനാണ് നമ്മൾ മെയിനായിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം റഷൊക്കെ ഉണ്ട്, സ്കൂളൊക്കെ വിട്ട സമയം കൊണ്ട് കുറേ തിരക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ റിസപ്ഷൻ തുടങ്ങുന്നത് 7 മണിക്കാണ്. ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. റിസപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചെത്തും വേണം. ധാർവാട് പേട വാങ്ങിച്ചിട്ട് അതെന്താന്ന് കാണിക്കാം കേട്ടോ. വഴി അറിയാത്തതുകൊണ്ട് മാപ്പ് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ നോക്കിയിട്ട് ഏകദേശം വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ വെച്ച് കാഴ്ചയാണ് അങ്ങോട്ട് ധാർവാട് പേട വാങ്ങിക്കാൻ. അപ്പോൾ ഈ ധാർവാട് പേട പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഫേമസ് ആണ് കേട്ടോ ധാർവാട് പേട എന്ന് പറയുന്നത്. നമുക്കത് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ തീർച്ചയായിട്ടും അത് വാങ്ങിക്കുക, കഴിച്ച് നോക്കുക. അപ്പോൾ ഇവിടെയാണ് ധാർവാഡിലെ ഫേമസ് ആയിട്ടുള്ള പേട വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോയില്ല, ഞാനും പിള്ളേരും കൂടി വണ്ടിയിലിരുന്നു. സാധിച്ചിട്ട് പറഞ്ഞേക്കുക ചെയ്ത് നമ്മളെല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് വാങ്ങിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ 10 പാക്കറ്റ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ പുള്ളിയെ ഒറ്റയ്ക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒന്ന് നിങ്ങളെ പേട കാണിക്കാനായിട്ട്, രണ്ടാമത് അത് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ പേട എത്തിയിട്ടുണ്ട്. ഇതൊരു 250 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. ഇതിലൊരു 10-12 എണ്ണോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പ്രത്യേകം അച്ചിലൊന്നും ആക്കി എടുക്കുന്നില്ല, അത് ഒരു കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുന്നതാണ് തോന്നുന്നത്. കാരണം അത് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. കൊതി സഹിക്കാൻ വയ്യാണ്ട് ഞാനും തമ്പൂട്ടിയും കൂടി തുറന്നത് അതാകെ താഴെ പോയി. അപ്പോൾ പഞ്ചസാര കാര്യമെല്ലാം എൻ്റെ മടിയിൽ വീണു. നല്ല ടേസ്റ്റായിട്ടും ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായും എല്ലാവരും വാങ്ങിച്ച് കഴിക്കുക തന്നെ വേണം. ഇതിൻ്റെ എത്ര ഗ്രാം അങ്ങനത്തെ സെലിബ്രേറ്റഡ് 100 ഇയേഴ്സ് അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തമ്പ് ഭയങ്കര തിരക്കിലാണ്, അത് കഴിക്കേണ്ട തിരക്കിൽ ഞാനും കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പേട വാങ്ങിക്കുക, കഴിച്ച് നോക്കുക. അപ്പോൾ ധാർവാട് പേടയെല്ലാം വാങ്ങിക്കും ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ റൂമിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ ഫംഗ്ഷനൊക്കെ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ ധാർവാട് പേട കാണിച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാവരും കണ്ടിട്ടുള്ളൂ ധാർവാട് പേട എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളത് വാങ്ങിച്ചിട്ട് ടേസ്റ്റ് തന്നെ വേണം. അപ്പോൾ ഇവിടെ എന്താണ് STM ഡെൻ്റൽ കോളേജിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ട്രാവലിൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളല്ല, നമുക്ക് വേണ്ടിയിട്ട് വലിയച്ഛൻ റൂം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.